2026 ബി ജെ പി കേരളത്തിലെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മം നോക്കിയും കണ്ടും നിന്നില്ല എങ്കിൽ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏത് തരത്തിൽ നോക്കിക്കാണണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയം മറ്റ് ഘടകങ്ങളെല്ലാം തന്നെ അനിവാര്യവുമാണ്. ബി ജെ പിയുടെ പ്രവർത്തകർ, ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടിക്കറ്റ് മതി, സീറ്റ് വേണ്ട. മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടിയാൽ മതി. നിയമസഭയ്ക്കകത്ത് ജയിച്ച് സീറ്റ് വേണമെന്നില്ല. അത് ബി ജെ പിയുടെ എക്കാലത്തെ ഒരു ശാപമാണ്. പക്ഷേ ഇതിന് കുറച്ച് മാറ്റം വന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഒരു മാറ്റവും വരത്തില്ല. ഇപ്പോഴും ഇലക്ഷൻ 6 മാസം മാത്രം ആക്കി നിൽക്കുക. അവർക്ക് സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് ഒരു ഊഹാപോഹങ്ങൾക്ക് പോലും ചാൻസ് ഇല്ല. കാര്യം അവസാനത്തെ നിമിഷം ഇവരെവിടുന്നെങ്കിലും കുറച്ച് സ്ഥാനാർത്ഥികളെ കൊണ്ട് ചില സ്ഥാനാർത്ഥികൾ പൊട്ടിമുളയ്ക്കും. ഈ പൊട്ടിമുളയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ അതേപടി പോവുകയും ചെയ്യും. കാര്യം തിരുവനന്തപുരത്ത് നമ്മൾ ആലോചിക്കണം, വി എസ് ശിവകുമാറിനെ പോലെ പാരമ്പര്യമുള്ള പാർലമെൻറ്റ് മന്ത്രിയായിരുന്ന, പാർലമെൻറ്റ് അംഗമായിരുന്ന, കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ മാനസപുത്രനായിരുന്ന അദ്ദേഹത്തിനെതിരെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലും ഇല്ലാതിരുന്ന കൃഷ്ണകുമാറിനെ തിരുവനന്തപുരത്ത് ഇറക്കുമ്പോഴത്തേക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അത് തോൽവിയിലേക്കാണ്. അപ്പോൾ ജയിക്കണമെങ്കിൽ പ്ലാനിങ് ഉണ്ട്. ഇപ്പം ഈ RSSും ബി ജെ പിയുമായിട്ടുള്ള ഒരു ബന്ധം ബി ജെ പിയുടെ ജനനം തൊട്ട് തന്നെയുണ്ട്. ബി ജെ പി RSS ഒന്നാണെന്നും രണ്ടാണെന്നുള്ള ഒരു ധാരണ പണ്ട് തൊട്ടേ ഒരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ നമ്മൾ ഈ സംഘത്തിൻ്റെ ഒരു പാരമ്പര്യം നോക്കും. ഇപ്പോൾ സംഘം 100ാമത്തെ വർഷം തികച്ചു. ഒക്ടോബർ 2-ന് അവരുടെ റാലി കേരളത്തിൽ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും റാലി നടന്നു. എന്ത് ചിട്ടയായിട്ടും എന്ത് അന്തസ്സോടെയാണ് ആ പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ സംഘത്തിൻ്റെ ചിട്ടയായ ഒരു പ്രവർത്തനമുണ്ട്. ഇനി വേറൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് ഏറ്റവും കൂടുതൽ സംഘങ്ങളുടെ സാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ തന്നെ UP കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണ്. UP എത്രയും വലിയൊരു സ്റ്റേറ്റാണെന്ന് ആലോചിക്കണം. UPയുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അത്രയേ ഉള്ളൂ കേരളം. എന്നിട്ട് പോലും കേരളത്തിൽ ഇത്രയും ശാഖകളുണ്ടായിരുന്നിട്ട് ഈ ശാഖകളെ എന്തുകൊണ്ട് വിന്നിങ് പോയിൻ്റായിട്ട് അവർക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ സമയങ്ങൾ പോയിട്ട് മറ്റ് സമയങ്ങളിൽ ശാഖയും ബി ജെ പിയുടെയും പ്രവർത്തനങ്ങൾ തമ്മിൽ വലിയ ഏകോപനങ്ങൾ ഉണ്ടാവാറില്ല. ശാഖയ്ക്ക് സംഘത്തിൻ്റേതായ ഗോൾസ് ഉണ്ട്, അവരെ രീതികളുണ്ട്, അതിനനുസരിച്ചിട്ട് പോകുന്നു. സംഘത്തിന് വഴിപ്പെട്ടു പോകുന്ന ഒരു ബി ജെ പി നേതൃത്വമായിരുന്നെങ്കിൽ കേരളം പണ്ടേ ബി ജെ പി സീറ്റുകൾ നേടുമായിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ വരുന്നു, ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുന്നു. സംഘത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് വരുന്നത്. അപ്പം സംഘത്തിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ സീറ്റ് പിടിക്കുക എന്നുള്ളത് സംഘത്തിൻ്റെ ഒരു അജണ്ടയിലുള്ള കാര്യമല്ല. സംഘവും ബി ജെ പി ആയിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സമയമായ 90കളിലും 99കളിലൊക്കെയാണ് സംഘവും ബി ജെ പി ആയിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞ് ബി ജെ പിക്ക് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് കേരളത്തിൽ സംഘത്തിനുള്ള ഒരു പ്രാധാന്യം പലപ്പോഴും കുറയുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്, മറ്റ് പല സ്റ്റേറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് സംഘം ആലോചിക്കാതെ അവിടെ ഒന്നും ചെയ്യത്തില്ല. ഇവിടെ സംഘം വേറെ ബി ജെ പി വേറെ എന്നുള്ള ഒരു രീതിക്കാണ് പോകുന്നത്. ഒന്ന്, ബി ജെ പിക്ക് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ABVP എന്നുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് അവർ സംഘത്തിൻ്റെ രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥി പ്രവർത്തകർ ബി ജെ പിയിൽ ഇല്ലാത്തത് ബി ജെ പിക്ക് ഒരു പോരായ്മയാണ്. ABPക്കാരെന്നും ബി ജെ പിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പം നേരത്തെ വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതവർ പിരിച്ചുവിട്ടിട്ട് ABVP മതി എന്നുള്ളതാണ് സംഘത്തിൻ്റെ തീരുമാനം. അതനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു സീറ്റിൽ പ്ലാൻ ചെയ്ത്, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച് അത് പ്ലാൻ ചെയ്ത് അവിടെ വോട്ടർമാരെ ചേർത്ത് അവരുടെ ഇടയിൽ പ്രവർത്തനം വ്യാപിപ്പിച്ച് വിജയിച്ച ആളാണ് ശ്രീ സുരേഷ് ഗോപി. ആ മാതൃക പിന്തുടർന്നാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ അടുത്ത തവണ നാമമാത്രമായ സീറ്റെങ്കിലും കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അല്ല, അവിടെ സുരേഷ് ഗോപിയുടെ വിജയം പാർട്ടിയുടെ വിജയത്തിനപ്പുറം വ്യക്തിയുടെ ഒരു വിജയത്തിലേക്ക് മാറി. തീർച്ചയായിട്ടും പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ തീരുമാനിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവിടെ കേന്ദ്രീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാന നേതൃത്വമല്ല,
കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇല്ല, സ്വയം പ്രഖ്യാപിച്ചു, കേന്ദ്രം പ്രഖ്യാപിച്ചു. ഇതായിരിക്കും അതിന് ശേഷമാണ് അദ്ദേഹം അടുത്ത പ്രവർത്തനം. അവിടെ അമിത്ഷായും പ്രധാനമന്ത്രിയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. കേന്ദ്രീകരിക്കുകയും ചെയ്തു, അതിന് ഫലവും ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അതിനേക്കാളും നല്ല ഒരു ക്ലാസിക് മണ്ഡലമായിരുന്നു, കിട്ടേണ്ട ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരത്ത് ഇവരാരും വന്നില്ല. എപ്പോഴും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തതിലുള്ള ഒരു പരാജയമാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. പകരം ഇപ്പോൾ കേരളത്തിൽ അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് 27% ഈഴവ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് BDJS എന്ന് പറഞ്ഞ ഒരു പാർട്ടി. അത് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് 27% വോട്ട് ഞങ്ങൾക്കായിരിക്കണം എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ഈ പത്മനാഭൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാനത് കോട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഈഴവ വോട്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാവാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പോൾ ആ വോട്ടുകൾ ഇപ്പോൾ BDJSൽ വെള്ളാപ്പള്ളി ഒരു വശത്തും തുഷാർ മറ്റു ഭാഗത്തും നിന്ന് കഴിഞ്ഞാലും ഈഴവ കമ്മ്യൂണിറ്റിയുടേതായ വോട്ടുകൾ പോകേണ്ടടുത്ത് പോകും. അതിന് വേണ്ടിയിട്ട് ആരും പനിക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം BJP സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ. BJP ഈ ഒരു കണക്ക് വെച്ചിട്ട്, നമ്മൾ പണ്ട് കളിയാക്കി ഗോസായിമാരെന്ന് പറയും, ഗോസായിമാർ അവിടെ നിന്ന് ഇവിടുത്തെ പോപ്പുലേഷൻ കണക്ക് വെച്ചിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഇവിടുത്തെ സംഘത്തിന് RSSന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്ത് അവരെ കേട്ട് അവർ പറയുന്നവരെ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല, അവരെ കേട്ടിട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ട് അവരുടെ അടുത്തൊരു അഭിപ്രായമെങ്കിലും ചോദിച്ചാൽ അവർക്ക് കാര്യം അവരുടേതായ ഒരു ഓർഗനൈസ്ഡ് വർക്കാണ്. ആ വർക്കിനകത്ത് അവർക്കറിയാം ആര്, ഏത്, എന്ത്, എവിടെ, എങ്ങനെയാണ്. അത് സംഘം വളരെ സസൂക്ഷ്മം സ്വീകരിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടെടുത്തെല്ലാം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അവിടെ അഭിപ്രായം കേട്ടില്ലെങ്കിൽ BJP അവിടെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ 3 ജില്ലകൾ കേന്ദ്രീകരിക്കുന്നുണ്ട്, തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയിലും. ഇതുകൂടാതെ മറ്റു പല ജില്ലകളിലും ചില മണ്ഡലങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്, കിട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ കാസർഗോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത്, പിന്നെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ, ഇതൊക്കെ നേടിയെടുക്കാവുന്ന. അതല്ല, ഇപ്പോൾ തന്നെ ശബരിമലയുടെ അയ്യപ്പ സംഗമം വന്നു, ബദലായിട്ട് അയ്യപ്പ സംഗമം പന്തളത്ത് നടത്തി. അത് BJP നേരിട്ട് നയിക്കുകയോ BJP അതിനകത്ത് മുന്നിൽ നിൽക്കുകയോ ചെയ്തില്ല. അത് BJP ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല. അപ്പോൾ ഈ ഒരു നിലപാട് BJPക്ക് വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമാകുമോ എന്ന് ഇലക്ഷനിൽ നമുക്കറിയാം. കഴിഞ്ഞ തവണയും ശബരിമലയുടെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ആ സീറ്റുകളെല്ലാം പോയത് കോൺഗ്രസിനായിരുന്നു. പണ്ട് പറഞ്ഞ പോലെ ഈ കോരൻ വാഴ വയ്ക്കും, ജമ്മി വെട്ടു എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. BJP കോരന്റെ പണിയാണ് ചെയ്യുന്നത്. കോൺഗ്രസ്സുകാർ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടവരാണ്. അല്ല, അവര് ഇതിന്റെ കൊല അവർ വെട്ടിക്കൊണ്ടുപോകും. വാഴ വയ്ക്കുന്നതും വെള്ളം കോരുന്നതും ഒക്കെ കോരൻ ചെയ്തോളും. ജമ്മി കൊല വെട്ടും എന്നുള്ള രീതിക്കാണ് 2 തവണയും പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിനുണ്ടായ നേട്ടം നമ്മൾ മനസ്സിലാക്കിയത്. BJPക്ക് ഒരു നേട്ടവും ഈ കഴിഞ്ഞ 2 പാർലമെന്റ് ഇലക്ഷനിലും കാര്യമായിട്ട് ഉണ്ടായതുമില്ല. ഇനി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നേട്ടം ഉണ്ടാവണമെങ്കിൽ ഇന്നേ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെങ്കിൽ അവരുടെ പ്രവർത്തനം ഒരു സീരിയസ് ആയിട്ട് നമുക്ക് എടുക്കാം. കാര്യം ഇതുവരെ നിയമസഭയ്ക്കകത്ത് ഒരു പ്രസൻസ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റാത്ത ഒരു പാർട്ടിക്ക് ഇലക്ഷൻ 6 മാസത്തിന് മുമ്പെങ്കിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതൊരു വലിയ പരാജയമായിട്ട് തന്നെ വരും. അതിനകത്തൊരു സംശയം വേണം. പക്ഷേ വലിയൊരു മാസ്റ്റർ പ്ലാനോട് കൂടിയാണ് രംഗപ്രവേശം ചെയ്തതെന്ന് പറയുന്നു. ഞാൻ പറയുന്നത് സർക്കസ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര സർക്കസ് കളിച്ചാലും ഡെയിലി സർക്കസ്. ഇദ്ദേഹം തന്നെ ഗുരുജി പറഞ്ഞ ഒരു കഥ RSSകാർ കേട്ടിട്ടുണ്ടാവും, BJPക്കാരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഈ ഒരു മൊന്തയുടെ ഒരു കഥയാണ് പറയുന്നത്. ആ മൊന്ത ചെമ്പിൻ്റെ മൊന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദിവസവും അത് വൃത്തിയാക്കി വച്ച കാര്യം. അദ്ദേഹം ഒരു വിദേശ പ്രതിനിധിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 4 മണിയായപ്പോൾ ശാഖയുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അയാളോട് ചോദിച്ചത്, അങ്ങ് ഇതിൻ്റെ സർസംഘചാലകല്ലേ, അങ്ങില്ലെങ്കിലും ശാഖ നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്, ഞാൻ എൻ്റെ മൊന്ത വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ ആ മൊന്ത ക്ലാവ് പിടിച്ച് പോകുമെന്ന് പറയും. അപ്പം ആ ഒരു രീതിയിൽ RSSൻ്റെ ചിട്ടയായ വർക്കിൽ കൂടെ വളർന്നു വന്ന പാർട്ടിയാണ് BJP എങ്കിൽ അതേ ചിട്ടയിൽ കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെ നേരത്തെ അവതരിപ്പിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും സമയവും കൊടുത്തിട്ട് പിന്നെ BJPയുടെ റിസോഴ്സും മറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ല, BJP അപ്പോൾ RSSൻ്റെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. നിയന്ത്രണത്തിൽ നിൽക്കണമെന്ന് നമ്മളും പറയുന്നില്ല. BJPയുടെ RSSന്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെങ്കിൽ RSS ഒരു പാർട്ടി ആണല്ലോ. BJPയുടെ ഒരു ബ്രെയിൻ അല്ല. RSS എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സാംസ്കാരിക സംഘടനയാണ്.
അത് പൊളിറ്റീഷ്യൻസിനെ നിർമ്മിക്കുന്ന ഒരു സംഘടനയാണ്. ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. നല്ല പൊളിറ്റീഷ്യൻസിനെ നിർമ്മിക്കുന്ന ഒരു സംഘടനയാണ് RSS. ഇപ്പം അദ്വാനിജി വരെ ഇത്രയും സീനിയറായിട്ടുള്ള നേതാവ് വരെ ഡൽഹിയിലുണ്ടായിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ശാഖ എടുക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ശാഖയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജണ്ടേവാലൻ്റെ ശാഖയിൽ അദ്വാനിജി വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഉപരാഷ്ട്രപതി, അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും ഉന്നത സ്ഥലങ്ങളിൽ എത്തിയ സമയത്ത് പോലും ശാഖ എന്ന് പറയുന്നത് അവർ മുടക്കാറില്ല. അപ്പം RSSനകത്ത് തന്നെ ശാഖ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. രണ്ടുപേർക്കും നിൽക്കാം. പക്ഷേ ശാഖ വഴി കൃത്യമായി ബന്ധമുള്ളവർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കാറുള്ളൂ എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. അപ്പോൾ വളരെ ഈ കരുതലോടുകൂടി വേണം BJP കേരളത്തിൽ മുമ്പോട്ട്. ഇപ്പോഴേ തന്നെ ലേറ്റാണ്. ഇപ്പോഴും തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഇപ്പം ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. ആ മണ്ഡലം പ്രസിഡന്റുമാരെ ഒരു വർഷത്തിന് മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ ആ മണ്ഡലം പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥികളാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ഒരു മണ്ഡലത്തിൽ 5 വർഷം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കാൻ എല്ലാ കഴിവുണ്ടല്ലോ. അല്ല, ഇപ്പൊ BJPയുടെ ഒരു കണക്കെന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 9 ഇടങ്ങളിൽ 1-ം സ്ഥാനത്തും 11 ഇടങ്ങളിൽ 2-ം സ്ഥാനത്തും, അങ്ങനെ വരുമ്പോൾ ഈ 2-ം സ്ഥാനത്ത് നിൽക്കുന്ന 1-ം സ്ഥാനവുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയുന്നു. ഈ കണക്കിലൊരു പിഴവുണ്ട്. കാര്യം ലോക്സഭയിലെ പഞ്ചായത്തിലെയും നിയമസഭയിലെയും ലോക്സഭയിലെയും ട്രെൻഡുകൾ 3-3ആണ്. ഇതുമായിട്ട് പരസ്പരം ഒരിക്കലും ബന്ധം കാണാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF തൂത്തുവാരി, അടുത്ത സമയത്ത് 6 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ സ്വീപ്പിംഗ് എപ്പോഴും ഉണ്ടാവും. അതിനപ്പോഴുള്ള ഘടകങ്ങളാണ് അതിനകത്ത് പ്രാധാന്യം. ഇപ്പോൾ തന്നെ ശബരിമലയുടെ ഇഷ്യൂ വന്നു, കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അത് ഏറ്റെടുത്ത് BJP മുന്നോട്ട് വരികയും നയിക്കാനും, നേരത്തെ ശബരിമല ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അത് നയിക്കാൻ ആദ്യം മുന്നോട്ട് വന്നത് NSS ആയിരുന്നു. RSS അല്ലായിരുന്നു. ഇപ്പോഴും ഒരു ഇഷ്യൂ വന്നു. RSSും BJPയും മുന്നോട്ട് വരുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നത് നയിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രോമിനൻസ് ഇല്ലാതാവുന്നു. അതാണ് അതിൻ്റെ കുഴപ്പം. ഈ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട ശ്രീധരൻപിള്ള തന്നെ അന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു അവസരമാണ്, ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നത്. അവിടെ BJP നിശ്ചലമായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാൻ നിൽക്കുകയാണ്. BJPയുടെ തന്നെ ദേശീയ തലത്തിലുള്ള പ്രസിഡന്റിനെ തീരുമാനിച്ചില്ല. സംസ്ഥാന തലത്തിലുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കമ്മിറ്റി ഇതുവരെ നിലവിൽ വന്നിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇലക്ഷൻ ഇയറാണ് 2026 എന്ന് പറയുമ്പോൾ 26 ജനുവരിക്ക് ശേഷം എപ്പോഴും വേണമെങ്കിലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥികളെ അന്ന് അന്വേഷിച്ച് പോകുന്നതിനേക്കാളും നല്ലത് നേരത്തെ BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരാളെ തന്നെ വേണ്ട, 1-2 പേരെ ഒരു സ്ഥാനാർത്ഥികളായിട്ട് നിശ്ചയിച്ചിട്ട് അവർ വർക്ക് ചെയ്യട്ടെ. അതിൽ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ആളെ നോക്കിയിട്ട് അവർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കട്ടെ. ജനങ്ങളുടെ ഇടയിൽ മതിപ്പുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിക്കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. സാമുദായിക ഘടകങ്ങൾ പ്രശ്നമാണ്, സംഘത്തിൻ്റെ അഭിപ്രായം പ്രശ്നമാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകേണ്ട ഒരു ചുമതലയാണ് രാജീവ് ചന്ദ്രശേഖരനെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് കേരളത്തിൽ കൊടുത്തത്. ആ രീതിക്കുള്ള ഒരു മുന്നൊരുക്കങ്ങളും നമ്മൾ പുറമേ കാണുന്നില്ല. അകത്തുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമ്മളാരും ഇൻസൈഡേഴ്സ് അല്ല. പുറമേ BJP ഇലക്ഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തതായിട്ട് നമ്മളിതുവരെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.